നമുക്ക് കടല മസാല ഉണ്ടാക്കാനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇതാ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ ഉള്ളിയും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പുഴുങ്ങിയെടുത്ത കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി 1 സെക്കൻഡ് ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ കടല മസാല റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞതും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ